എന്താഗ്രഹിച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കുമെന്നോ, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് നമ്മളിലേക്ക് വന്നു ചേരുമെന്നോ? എന്നാൽ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം അല്ലേ? അപ്പോൾ വളരെ വ്യത്യസ്തമായ പുതിയൊരറിവിലേക്ക് നമുക്ക് കിടക്കാം. ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്നത്തെ ഈ വീഡിയോയിലും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ അശോക് നാരായൺ, ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. എങ്ങനെയാണ് നിമിഷങ്ങൾ കൊണ്ട്, അതല്ലെങ്കിൽ വളരെ വേഗം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം, നമ്മുടെ മനസ്സിൽ വിടരുന്ന എല്ലാ ചിന്തകളും അതേ വിധത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതേ വിധത്തിൽ സംഭവിക്കുമെന്ന് പലരും അവകാശപ്പെടുന്നത്? നിങ്ങൾക്കറിയാം, പലപ്പോഴും യൂട്യൂബ് വീഡിയോകളിലും അതേ വിധത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആകർഷണ നിയമത്തിൻ്റെ പല പരിശീലന പരിപാടികളിലും പറയാറുണ്ട്, നിങ്ങൾ എന്താഗ്രഹിച്ചാലും ഇത്ര ദിവസത്തിനുള്ളിൽ നടക്കും. അതായത് ഒരുപക്ഷെ 24 മണിക്കൂറിനുള്ളിൽ, അതല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ, 1 മാസത്തിനുള്ളിൽ, 21 ദിവസത്തിനുള്ളിൽ, 41 ദിവസത്തിനുള്ളിൽ, ഇങ്ങനെയൊക്കെയുള്ള കാലപരിധിക്കുള്ളിൽ ഉറപ്പായിട്ടും സംഭവിക്കുമെന്ന് പലരും പലയിടത്തും അവകാശപ്പെടാറുണ്ട്. ഇതിലെല്ലാം എത്രമാത്രം വാസ്തവമുണ്ട്, ഇതെല്ലാം എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുന്നത്, അതാണ് ഈ ഒരു വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. ഈ വിധത്തിലൊരു വീഡിയോ ചെയ്യാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പ്രതിപാദിച്ച പല കാര്യങ്ങളും സംശയരൂപത്തിൽ ഒത്തിരി വ്യക്തികൾ ചോദിക്കാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുന്നത്? ചിലർക്ക് സംഭവിക്കുന്നു, ചിലർക്ക് സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നവർക്ക് സന്തോഷം, സംഭവിക്കാത്തവർ പറയുന്നതോ ഇതെല്ലാം തട്ടിപ്പാണ്, ഇതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണ്ടേ? ആ വസ്തുതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഒരു കുഞ്ഞു കഥ ഉദാഹരണമായിട്ട് പറയാം. ഒരു ഗ്രാമത്തിലൂടെ ഒരു വഴിയാത്രക്കാരൻ നടന്നു വരികയാണ്. ആ ഗ്രാമത്തെക്കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല അദ്ദേഹത്തിന്. നടന്നു വരുന്ന വഴി ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്ന ഒരു വൃദ്ധനോട് ഈ വഴിയാത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, അടുത്ത ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ ഇനി എത്ര സമയം കൂടി ഞാൻ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന്. ഈ വൃദ്ധൻ ഒന്നും മിണ്ടുന്നില്ല. വഴിയാത്രക്കാരൻ രണ്ടാമതും ഇതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, അടുത്ത ഗ്രാമത്തിലേക്ക് എത്തിച്ചേരാൻ ഇനിയും ഞാൻ എത്ര സമയം യാത്ര ചെയ്യേണ്ടതുണ്ട്? വൃദ്ധൻ അത് കേട്ട ഭാവം നടിച്ചില്ല. മൂന്നാമതും അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു, പക്ഷേ ഉത്തരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. അദ്ദേഹം നിരാശയോടുകൂടി വീണ്ടും നടത്തം ആരംഭിച്ചു. ഒരല്പദൂരം നടന്ന് മുന്നോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വൃദ്ധൻ അദ്ദേഹത്തെ തിരികെ വിളിച്ചു. തൻ്റെ അടുക്കിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും വൃദ്ധൻ പറഞ്ഞു, താങ്കൾക്ക് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലേക്ക് എത്താൻ സാധിക്കും. ഇത് കേട്ടപ്പോഴേക്കും ആ വഴിയാത്രക്കാരൻ വൃദ്ധനോട് ഒരല്പം രോഷത്തോടു കൂടി ചോദിച്ചു, ഇത് തന്നെയായിരുന്നില്ലേ കഴിഞ്ഞ 3 പ്രാവശ്യവും ഞാൻ താങ്കളോട് ചോദിച്ചത്? ആ സമയത്ത് ഈ വൃദ്ധൻ പുഞ്ചിരിയോടുകൂടി വഴിയാത്രക്കാരനോട് പറയുകയാണ്, താങ്കളുടെ നടത്തത്തിൻ്റെ വേഗത എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ താങ്കൾ നടന്നു തുടങ്ങിയപ്പോഴേക്കും താങ്കളുടെ ഏകദേശ വേഗത ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഇത്രമാത്രം കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് പറയാൻ സാധിക്കുന്നത് എന്ന്. അതായത് ഒരു വ്യക്തിയുടെ നടത്തത്തിൻ്റെ ശരാശരി വേഗത എത്രയാണ് എന്ന് മനസ്സിലാക്കാതെ, എത്രയാണ് എന്ന് തിരിച്ചറിയാതെ എങ്ങനെയാണ് അദ്ദേഹം ഇത്രയും ദൂരം എത്ര സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് കൃത്യമായിട്ട് പറയാൻ നമുക്ക് സാധിക്കുന്നത്? സാധ്യമല്ല. കാരണം വ്യക്തികൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്. അവരുടെ ഓരോരുത്തരുടെയും വേഗതയും വ്യത്യസ്തങ്ങൾ തന്നെയാണ്. ഇതേ കാര്യം ആകർഷണ നിയമത്തിലും ബാധകം തന്നെയാണ്. അതായത് വ്യക്തികൾ ഓരോരുത്തരും മനസ്സുകൊണ്ട്, മനോഭാവങ്ങൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, അവരുടെ ജീവിത രീതി കൊണ്ട്, ജീവിത ശൈലികൾ കൊണ്ട്, കാഴ്ചപ്പാടുകൾ കൊണ്ട് വ്യത്യസ്തർ തന്നെയാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതേ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര സമയം കൊണ്ട് ആഗ്രഹപൂർത്തീകരണം നടക്കും, ആഗ്രഹപൂർത്തീകരണം സംഭവിക്കും, സംഭവിച്ചിരിക്കും എന്ന് ഉറപ്പ് പറയുന്നതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട്, എത്രമാത്രം വാസ്തവമുണ്ട്? കാര്യം മനസ്സിലായോ? ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള ചിന്തകളോടുകൂടി, മനസ്സോടുകൂടി, മനോഭാവത്തോടുകൂടി ചെയ്യുന്ന വ്യക്തികൾക്ക് ഫലം ലഭിച്ചേക്കാം ഈ പറയുന്ന സമയപരിധിക്കുള്ളിൽ തന്നെ. എന്നാൽ ഒരുപക്ഷെ ചിന്തകളും മനസ്സും മനോഭാവവും എല്ലാം ഇത്രമാത്രം തീവ്രമല്ലാത്ത വ്യക്തികൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞത് പൂർണ്ണമായിട്ടും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഇതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. നമുക്കറിയാം, മനസ്സിൽ വിടരുന്ന ഓരോ ചിന്തകളും വ്യത്യസ്തങ്ങളായിട്ടുള്ള വിത്തുകൾക്ക് സമാനമാണ് എന്ന്. ചിന്തകൾ വിത്തുകൾക്ക് സമാനമാണ് എങ്കിൽ വ്യത്യസ്തതയാർന്ന വിത്തുകൾ മുളയ്ക്കാൻ
വ്യത്യസ്തതയാർന്ന സമയദൈർഘ്യം ആവശ്യമില്ലേ? ആ വിത്തുകളുടെ സവിശേഷതകൾക്ക് ആനുപാതികമായിട്ട്, കാലാവസ്ഥയുടെ സവിശേഷതകൾക്ക് ആനുപാതികമായിട്ട്, മണ്ണിൻ്റെ സവിശേഷതകൾക്ക് ആനുപാതികമായിട്ട്, പരിചരണത്തിൻ്റെ സവിശേഷതകൾക്ക് ആനുപാതികമായിട്ട് എല്ലാം സമയത്തിൽ, കാലത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. അത് പ്രകൃതി നിയമമാണ്, പ്രപഞ്ച സത്യമാണ്. കേവലം ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാതെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി, കാലപരിധി എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? നിരന്തരം യാത്ര ചെയ്യുന്ന നമുക്കോരോരുത്തർക്കും വളരെ കൃത്യമായിട്ടറിയാം, ദിശാസൂചികകൾ, ചൂണ്ടുപലകകൾ പലയിടത്തും വെച്ചിട്ടുണ്ടാകും. അതിൽ ചിലത് ദിശയെ മാത്രമായിരിക്കും സൂചിപ്പിക്കുന്നത്, ചിലതിലാണെങ്കിലോ ദൂരം കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷേ സമയം, നിങ്ങൾ അവിടെ എത്താൻ എത്ര സമയമെടുക്കുമെന്ന് ഏതെങ്കിലും ഒരു ദിശാഫലകത്തിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടാകാറില്ല. അങ്ങനെ എവിടെയും നിങ്ങൾ എത്ര സമയത്തിനുള്ളിൽ എത്തിച്ചേരുമെന്ന് ഒരു ദിശാഫലകത്തിലും സാധാരണഗതിയിൽ എഴുതാറില്ല. കാരണം വ്യക്തികൾ, അവരുടെ വേഗത ഇതെല്ലാം വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം വ്യക്തികൾക്ക് ആനുപാതികമായിട്ട്, നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ അവരുടെ മനസ്സിന്, അവരുടെ ചിന്തകൾക്ക്, അവരുടെ സമീപന രീതികൾക്ക്, അവരുടെ മനോഭാവത്തിന്, അവരുടെ കാഴ്ചപ്പാടുകൾക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവരുടെ മനസ്സിൻ്റെ തീവ്രതയ്ക്ക്, അവരുടെ ഇച്ഛാശക്തിക്ക് എല്ലാം ആനുപാതികമായിട്ട് സമയം, കാലം എടുത്തേക്കാം. അതുകൊണ്ട് തന്നെ ആനുപാതികമായിട്ടുള്ള സമയം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി പരിശീലനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അതല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരാൾ വാഗ്ദാനം ചെയ്യുന്ന സമയപരിധിക്കുള്ളിൽ സംഭവിച്ചില്ല എന്ന് കരുതി നിരാശപ്പെടുകയോ ആകർഷണ നിയമത്തെ തള്ളിപ്പറയുകയോ അല്ല വേണ്ടത്. ഇവിടെയാണ് വ്യക്തമായിട്ടുള്ള ഒരു പരിശീലനത്തിൻ്റെ, വ്യക്തമായിട്ടുള്ള അറിവുകളുടെയും കാഴ്ചപ്പാടിൻ്റെയും പ്രാധാന്യം വരുന്നത്. ആകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട വളരെ കൃത്യവും സുവ്യക്തവുമായിട്ടുള്ള പരിശീലനങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന 7736298611 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു കാര്യം കൂട്ടത്തിൽ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. നമ്മുടെ തമ്പനയിലും സൂചിപ്പിച്ചിരുന്നത് എന്താ? ആഗ്രഹിക്കുന്നതെന്തും നിമിഷങ്ങൾക്കകം. ശരിയാണ്, നിമിഷങ്ങൾക്കകം. പക്ഷേ എത്ര നിമിഷം എന്ന് അവിടെ പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? അത് ഉൾക്കാഴ്ച കൊണ്ട്, യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് സ്വയം തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുത തന്നെയാണ്. എന്തു തന്നെയായാലും ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ചുവട്ടിൽ കമൻറ്റ് ചെയ്യുക. വ്യത്യസ്തതയാർന്ന പുതിയൊരു വിഷയത്തിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.